12 മണിയോടെ അമ്പലപ്പുഴ സംഘം എരുമേലി കൊച്ചമ്പലത്തിലെത്തി. ആകാശത്ത് കൃഷ്ണപരുന്ത് വട്ടമിട്ട് പറന്നതോടെ തിടമ്പുകൾ പൂജിച്ച് ഗജവീരന്മാരുടെ പുറത്തേറ്റി വാദ്യമേളങ്ങളുടെയും ശരണമന്ത്രങ്ങളുടെയും അകമ്പടിയോടെ പേട്ടതുള്ളൽ ആരംഭിച്ചു. സമൂഹപ്പെരിയോൻ എൻ ഗോപാലകൃഷ്ണപിള്ളയുടെ നേതൃത്വത്തിൽ 250 പേരാണ് അമ്പലപ്പുഴ സംഘത്തിൽ ഉണ്ടായിരുന്നത്. നൈനാർ പള്ളിയിൽ എത്തിയ അമ്പലപ്പുഴ പേട്ട സംഘത്തെ മഹല്ല് മുസ്ലിം ജമാഅത്ത് ഭാരവാഹികൾ പുഷ്പവൃഷ്ടിയോടെ സ്വീകരിച്ചു. തുടർന്ന് പള്ളി ചുറ്റി നേർച്ച സമർപ്പിച്ച ശേഷം വാവരുടെ പ്രതിനിധി TH ആസാദ് താഴ്ത്തുവീട്ടിലിനൊപ്പം വലിയമ്പലത്തിലേക്ക് നീങ്ങി. വാദ്യമേളങ്ങളുടെ താളത്തിനൊത്ത് ചുവടുവെച്ച് ആയിരങ്ങൾ പേട്ടതുള്ളലിൽ പങ്കാളികളായി. ഉച്ചകഴിഞ്ഞ് 3:30 ആകാശത്ത് വെള്ളിനക്ഷത്രം ഉദിച്ചപ്പോഴാണ് യോഗം പെരിയോൻ അമ്പാടത്ത് പ്രദീപ് ആർ മേനോന്റെ നേതൃത്വത്തിലുള്ള ആലങ്ങാട് സംഘത്തിന്റെ പേട്ടതുള്ളൽ ആരംഭിച്ചത്. അമ്പലപ്പുഴ സംഘത്തിനൊപ്പം വാവരും പോയെന്ന സങ്കല്പത്തിൽ നൈനാർ പള്ളിയിൽ കയറാതെയാണ് ആലങ്ങാട്ട് സംഘം വലിയമ്പലത്തിലേക്ക് പേട്ടതുള്ളി നീങ്ങിയത്. വെള്ളവസ്ത്രധാരികളായി ഭസ്മം അണിഞ്ഞായിരുന്നു ആലങ്ങാട് സംഘത്തിന്റെ പേട്ടതുള്ളൽ. കൊച്ചമ്പലത്തിൽ പേട്ടതുള്ളൽ സമാപിച്ചതിനെ തുടർന്ന് ആലങ്ങാട് സംഘത്തിന്റെ ഗോളക ചാർത്തി ദീപാരാധനയും നടന്നു. നാടിന്റെ മതസൗഹാർദ്ദത്തിന്റെയും സമഭാവനയുടെയും ഭക്തിവിശ്വാസങ്ങളുടെയും നേർക്കാഴ്ചയായി അമ്പലപ്പുഴ ആലങ്ങാട്ട് സംഘങ്ങളുടെ പേട്ടതുള്ളൽ. അമൃത ന്യൂസ്, കോട്ടയം.